ലാൻഡിംഗ് ഗിയർ ക്യാബിനിലുള്ളൊരു 13-കാരൻ ഒളിച്ചിരുന്ന് ഇത്ര ദൂരം പറന്ന് ദില്ലിയിലെത്തി. എങ്ങനെ അതിൽ കയറിപ്പറ്റി? ആ കുഞ്ഞ് സുരക്ഷിതനായിരുന്നു? തിരിച്ചയച്ചോ? അത് അഫ്ഗാനിൽ നിന്നുള്ള വിമാനമാണ്. അത് 11 മണിക്ക് ഞായറാഴ്ച രാവിലെ ദില്ലിയിൽ എത്തുന്ന ഒരു വിമാനമുണ്ട്. നമുക്കറിയാം, കാബൂളിൽ നിന്ന് ഡൽഹിക്ക് 2 മണിക്കൂർ യാത്ര മാത്രമാണ് ഉള്ളത്. ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലാണ്, സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലാണ് ഈ 13 വയസ്സുകാരനായ അഫ്ഗാനിസ്ഥാനിലെ കുണ്ടൂസ് സിറ്റി മേഖലയിൽ, അതായത് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ മേഖലയിലുള്ള പയ്യൻ ഒളിച്ചിരുന്നത്. ഏതായാലും ഇദ്ദേഹം ഈ വിമാനത്താവളം, അതായത് കാബൂൾ വിമാനത്താവളത്തിന്റെ നിയന്ത്രിത മേഖലയിലേക്ക് കടന്നു കയറുകയും അതുവഴി ഈ വിമാനത്തിന്റെ ഈ ലാൻഡിംഗ് സംവിധാനത്തിലേക്ക് ഒരു കൗതുകം എന്നുള്ള നിലയിൽ കയറി പറ്റുകയായിരുന്നു. ഈ വിമാനം 11 മണിയോടുകൂടി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിൽ ഇറങ്ങുന്നു. അതിനുശേഷം ഈ കുട്ടി ഈ ലാൻഡിംഗ് ഗിയർ ഇത് പുറത്തേക്ക് വന്ന് ഈ വിമാനത്തിന്റെ സൈഡിലൊക്കെ ഇവൻ കൗതുകത്തോടെ നടക്കുന്നത് കണ്ട ഈ വിമാനത്തിലെ വിമാനത്തിലെ ജീവനക്കാർ തന്നെയാണ് സംശയം തോന്നി ഈ പയ്യനെ CISF, ഈ കുട്ടിയെ CISFിലേക്ക് കൈമാറുന്നത്. തുടർന്ന് ഈ കുട്ടിയെ CISF ചോദ്യം ചെയ്യുകയാണ്. ടെർമിനൽ 3ലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്തു. ആ സമയത്താണ് ഇത്തരത്തിൽ കൗതുകം കൊണ്ട് ഇങ്ങനെ വിമാനത്താവളത്തിനുള്ളിൽ കടന്നു കയറിയതാണെന്നും ഒരു വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലേക്ക് അറിയാതെ കയറിപ്പോയതാണെന്നും ഒക്കെ തന്നെ ഈ കുട്ടി പിന്നീട് പറഞ്ഞത്. ഏതായാലും 12:30-1 മണിയോടുകൂടി ഈ വിമാനം പിന്നീട് തിരികെ അഫ്ഗാനിലേക്ക് പോകുന്നുണ്ട്, കാബൂളിലേക്ക്. അതോടുകൂടി തന്നെ മറ്റു നടപടികൾ പൂർത്തിയാക്കി ഈ ബാലനെ അതേ വിമാനത്തിൽ തന്നെ തിരിച്ചയച്ചു. ഈ വിമാനത്തിൽ തിരിച്ചയക്കുന്നതിന് മുമ്പ് ഈ ഗിയർ കമ്പാർട്ട്മെന്റ്, ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലൊക്കെ തന്നെ പരിശോധന നടത്തിയപ്പോൾ ഒരു ചെറിയ ഒരു ചുവന്ന നിറമുള്ള ഈ കുട്ടിയുടെ സ്പീക്കർ അടക്കം കിട്ടിയിരുന്നു. അതായത് കൗതുകത്തിന് കടന്നു കയറിയതാണെന്നുള്ള കാര്യം ധാരണയായതോടുകൂടിയാണ് കുട്ടിയെ ഇതേ വിമാനത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് അഫ്ഗാൻ ഉദ്യോഗസ്ഥരുമായി അടക്കം സംസാരിച്ച ശേഷം തിരികെ അയച്ചതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നമുക്കറിയാം, താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് US എയർഫോഴ്സിന്റെ വിമാനത്തിന് മുകളിലൊക്കെ തന്നെ കടന്നു കയറി അഫ്ഗാനിലെ ചെറുപ്പക്കാർ തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെ നമ്മൾ കണ്ടതാണ്. കൗതുകത്തിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്, ഇത് അപകടകരമായ യാത്രയാണ്, ഒന്നും പറ്റിയില്ല എന്നുള്ളത് നമുക്ക് തൽക്കാലം ആശ്വസിക്കാമെങ്കിൽ പോലും 13 വയസ്സുള്ള ഒരു ബാലൻ അവിടെ ഇരുന്ന് ഇത്ര ദൂരം യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് കടന്നു വന്ന അപകടാവസ്ഥ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. ലാൻഡിംഗ് ഗിയർ യാത്ര ലോകത്തെ ഏറ്റവും അപകടകരമായ യാത്രയാണ്. വിമാനം വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അതിനാൽ ബോധക്ഷയത്തിനും മരണത്തിനും വരെ കാരണമാകാം. 30,000 അടിക്ക് മുകളിൽ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ താപനില വളരെ താഴും. ഇത് കാരണം ആളുകൾ തണുത്തു പുറത്ത് മരിക്കും. ശ്വാസമെടുക്കുന്നതിനും രക്തചംക്രമണത്തിനും വരെ ബുദ്ധിമുട്ടുണ്ടാകും. ലാൻഡിംഗ് ഗിയർ താഴേക്ക് വരുന്ന സമയത്ത് യാത്രക്കാരൻ വീണു മരിക്കാൻ പോലും സാധ്യതയുണ്ട്. ഉള്ളിൽ കുടുങ്ങി ചതഞ്ഞരയാനും സാധ്യതയുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ലാൻഡിംഗ് ഗിയർ യാത്രയിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ.